അപ്പോൾ പ്രിയപ്പെട്ടവരെ, മൂന്നാറിൽ നിന്ന് വീണ്ടും ആ വാർത്ത വരുന്നു. ഊബർ ടാക്സി തർക്കം. ഒരിക്കലും അത് പോസിറ്റീവായിട്ടുള്ള കാര്യമേ അല്ല. കാരണം ഈ യാത്രക്കാർ അവരുടെയൊക്കെ നാടുകളിൽ പോയി പറയുക മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മൂന്നാറിലോട്ട് വരുമ്പോൾ ടാക്സി ഡ്രൈവർമാർ തങ്ങളെ തടയുന്നു എന്നുള്ളൊരു വാർത്ത വന്നാൽ അതൊക്കെ ടൂറിസ്റ്റെ ഒരുപാട് ബാധിക്കും. സർവീസ് നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഊബർ ഡ്രൈവറെ ടാക്സി ഡ്രൈവർമാർ വീണ്ടും തടഞ്ഞു. യൂബർ ഡ്രൈവറെ തടയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. എന്നാൽ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. നമുക്കതിന് ദൃശ്യങ്ങളുണ്ട്, ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടോളൂ. ഈ ദൃശ്യങ്ങളൊക്കെ പോരെ, മൂന്നാറിലെ ടൂറിസത്തെ നിങ്ങൾ നശിപ്പിക്കുകയുടെ അല്ല, പോലീസ് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വിത്ത് പ്രൂഫ്. അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഞാൻ വീഡിയോ എടുക്കാം. ഒന്നും ചെയ്യാൻ എന്തെങ്കിലും കംപ്ലൈന്റ് നിങ്ങൾ കരിയല്ലോ ട്രിപ്പ് എടുക്കാൻ തന്നെ. ഏത് എവിടെയും ട്രിപ്പ് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ എവിടെ വീട്? എവിടെ വേണമെങ്കിലും ട്രിപ്പ് എടുക്കാം. ഓർഡർ ഉണ്ടോ? പിന്നെ ഓർഡറിലായിട്ട് പിന്നെ ഓർഡർ ചെയ്തിടും. എവിടെയാ? എവിടാണെങ്കിലും എന്താ നിങ്ങൾ ഓർഡർ എടുക്കുക. ഞങ്ങള് ചേട്ടാ, എനിക്കുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് സ്റ്റാൻഡ് വേണ്ട. ഊബറിനെ 24 രാജ്യങ്ങളിൽ ഊബർ ഉണ്ട്. എവിടെ ഉണ്ട്? അത് നിങ്ങൾ നാട്ടിലേക്ക് ഓടിച്ചു. എന്റെ നാട് മുഖത്ത് എവിടെ വേണമെങ്കിലും കാണിച്ചു. ആയിക്കോട്ടെ, ചേട്ടനോണൊക്കെ വെച്ചിട്ടില്ലേ? ചേട്ടാ, എനിക്കുണ്ട് ഫാമിലി. ഇതാണ് സംഭവം. ഇത് എങ്ങനെയാണ് മൂന്നാറിലേക്ക് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ ടാക്സി ഡ്രൈവർമാരാണെങ്കിലും മറ്റുള്ളവരും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അത് അത്ര ശരിയായ കാര്യമല്ലല്ലോ. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ഇപ്പോഴും ആ തർക്കം തുടരുകയാണോ? അത് ഈ ടൂറിസത്തെയൊക്കെ ബാധിക്കില്ലേ രാഹുൽ? തീർച്ചയായിട്ടും അരുൺ, മൂന്നാർ ഒരു പ്രത്യേക രാജ്യമാണോ, അല്ലെങ്കിൽ മൂന്നാറിൽ മാത്രം പ്രത്യേക നിയമ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യ ചോദ്യം. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ മാസങ്ങളായി ഊബർ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം മൂന്നാറിൽ നിലനിൽക്കുകയാണ്. അത് ജില്ലാ കളക്ടർ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങളെല്ലാം ഇടപെട്ടിട്ടും ആ പ്രശ്നങ്ങൾക്ക് ഇതുവരെയും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോ കാണുമ്പോഴും മനസ്സിലാക്കേണ്ടത്. വെള്ളിയാഴ്ചയാണ് കൊച്ചിയിൽ നിന്നും ഗസ്റ്റുകളും മൂന്നാറിലേക്ക് വന്നത്. അതിനുശേഷം അവിടെ നിന്നും വിനോദസഞ്ചാരികളുമായി തിരികെ മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഈ ഊബർ ടാക്സി അവിടെ തടയുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടുത്തെ ടാക്സി ഡ്രൈവർമാർ തടയുന്നു. മൂന്നാറിൽ ഊബർ ഓടാൻ പാടില്ല എന്ന് കർശനമായി പറയുന്നു. നിങ്ങൾ പോലീസിൽ പരാതി നൽകിക്കൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ആ ടാക്സി ഡ്രൈവർമാർ പറയുന്നത്. ഊബർ ഇവിടെ ഓടാൻ സാധിക്കില്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയി ഓടിക്കൂ, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ മൂന്നാറിൽ ഓടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം ഊബർ ടാക്സി ഡ്രൈവറും അവിടുത്തെ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ ഏറെ നേരം വാഗ്വാദങ്ങൾ ഉണ്ടാവുകയാണ്. അതിനുശേഷമാണ് അവിടെ നിന്നും ഗസ്റ്റുകളുമായി ടാക്സി ഡ്രൈവർ ഊബർ ടാക്സി ഡ്രൈവർ മടങ്ങുന്നത്. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു. അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും സൗകര്യമായി യാത്ര ചെയ്യാനുള്ള ഒരു നിയമത്തെയാണ് അവർ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാർ പോലീസിൽ ഇതുവരെയും പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ആ സംവിധാനത്തെയാണ് അവർ തകർക്കുന്നത്. അതിപ്പോഴും ഇങ്ങനെ തന്നെ തുടരുകയുമാണ് അരുൺ. ഓക്കെ, എന്തായാലും വളരെ മോശമുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതേപോലെ അധികാരികൾ, പ്രത്യേകിച്ച് മൂന്നാറിലെ പോലീസ് ഇത്തരം കാര്യങ്ങളിൽ സത്വരമായ നടപടികൾ എടുക്കുക. മൂന്നാറിലെ സഹോദരങ്ങളോടാണ്. മൂന്നാറിൽ ജനങ്ങൾ ജീവിക്കുന്നത് ടൂറിസം കൊണ്ടാണ്. ശരിയാണ്, ടാക്സി ഡ്രൈവർമാരുടെ പ്രശ്നങ്ങളുണ്ട്, അതും പരിഹരിക്കണം. പക്ഷേ അധികാരികൾ അതിന് ഈ തെരുവ് ഗുണ്ടായുസത്തിന് വേണ്ടി ഇത് വിട്ടുകൊടുക്കരുത്. മറ്റ് ഇടങ്ങളിൽ നിന്ന് ഈ യൂബർ ടാക്സി ആളുകൾ എത്തിയില്ലെങ്കിൽ അവിടെ വിനോദസഞ്ചാരികൾ എത്തുന്നത് കുറയും. ഒരുപാട് മനുഷ്യർ ഈ ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. ആ നാടിൻ്റെ നിലനിൽപ്പിന് ടൂറിസം അനിവാര്യമാണ്. തീർച്ചയായിട്ടും നാട്ടുകാരതിനോട് സഹകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അധികാരികൾ ഇടപെട്ട് ആശങ്കകളുള്ളവരുടെ ആശങ്കകൾ അവസാനിപ്പിക്കുക. അത് കയ്യേറ്റത്തിനും തെരുവ് ഗുണ്ടായുസത്തിനും വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്.